മലകളുടെ ഒരു അഭിഷേകമാണ് ഏത് സൈഡിലും മല. വാട്സ്ആപ്പ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. സോ ഗൈസ്, ഇന്ന് നമ്മൾ ഇവിടുന്ന് വെക്കേറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇന്ന് നേരെ ന്യൂകാസിൽ പോകണം. ഞാൻ ജാക്കറ്റ് ഒന്നും എടുത്തില്ല 2 ദിവസമായിട്ട്. എൻ്റെ ഒരു ടീഷർട്ട് ആൻഡ് അങ്ങനെ ഒരു നോർമൽ ഡ്രസ്സൊക്കെ ഇട്ടാണ് വന്നത്. അതുകൊണ്ട് ഇന്ന് നല്ല തണുപ്പായിരുന്നു കേട്ടോ. ഇന്നലെ നമ്മൾ പുറത്തിറങ്ങിയിട്ട് നിങ്ങൾ കണ്ടു കാണുമല്ലോ. ഓട്ടം എന്നൊക്കെ പറഞ്ഞാൽ മഴയും. ഇന്നും മഴ തുടങ്ങി കേട്ടോ, രാവിലെ മഴ തുടങ്ങിയിട്ടുണ്ട്. എന്താവും എന്തോ ഇല്ല, ജാക്കറ്റ് വേണമെന്ന്. നമ്മളവിടെ നല്ല ചൂടായതുകൊണ്ട് ഞാൻ വെച്ച് ഇവിടെ ചൂടായിരിക്കും. രാത്രി ഒന്ന് പേടിച്ചോ? നമുക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്യണം. നമ്മൾ പറയുന്ന രീതി ട്രിപ്പ്. അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് ഓർഡർ ചെയ്തേക്കുന്നത്. ഓക്കെ, ഒരു ഇംഗ്ലീഷ് ടീയും പിന്നെ ഇതൊക്കെ എന്തോന്ന് പറഞ്ഞു കൊടുക്കും. ഇത് ക്രോസന്റ് ഇതെന്തോ. അപ്പൊ ഗൈസ്, ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. നമ്മൾ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. ഓക്കെ ഗൈസ്, കോസ്റ്റേന്ന് നല്ല ഫുഡെല്ലാം അടിച്ചു. എന്നിട്ട് എന്താ പറയാ, ഇനിയിപ്പോൾ നേരെ നമ്മൾ അടുത്തൊരു ഐലൻഡിലോട്ട് പോവാണ്. അപ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് നേരമായി. നല്ല മഴയാണ്. മഴ നനഞ്ഞാണ് നടക്കുന്നത്, പെരുമഴ. വണ്ടി അവിടെ കിടപ്പുണ്ട്. ഇതാണ് ഒബാൻ, ഒരു ചെറിയ ടൗൺഷിപ്പ് സിറ്റി. ഇതാണ് ഒബാൻ നമ്മൾ കറങ്ങുന്ന സ്ഥലം. കൊണ്ടേ ഇവിടെ നിന്നാണ് നമ്മളിനി ഐലിലോട്ട് പോകുന്നത്. വണ്ടി റെഡിയായിട്ടുണ്ട്. ഗൈസ്, ഇതുണ്ടോ 3 മലയാണ്. എന്ത് ഈ മലയുടെ പേരെന്തോ? ഗ്ലെൻഗോ മലയോ? ഗൈസ്, കുന്നുണ്ടോ, മല ഉണ്ടോ? ഹെവി മല. ഗൈസ്, ഇവിടെ അപ്പർ സൈഡും ഇപ്പർ സൈഡും ഫുള്ള് മലയാണ്. മലകളുടെ ഇടയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അന്യായ സ്പോട്ട്, വീണ്ടും ഒരു സ്പോട്ട്. ഇതിന്റെ ഇടയ്ക്ക് ഒരു സംഭവം നടന്നു. നമ്മൾ പ്ലാൻ ക്യാൻസൽ ചെയ്തായിരുന്നു. നമ്മൾ ഏതാ ക്യാൻസൽ ചെയ്തത്? ഗൈസ്, നമ്മൾ ട്രിപ്പിന്റെ ചെറിയൊരു വ്യത്യാസം, ഹെവി റെയിൻ കാരണം നമ്മൾ ഫെറി ഒന്നും കയറാൻ നിന്നില്ല. നേരെ നമ്മളിപ്പോ ഗ്ലെൻഗോ എത്തി. ഗ്ലെൻഗോ എത്തിയപ്പോൾ കണ്ട ബാക്ക്ഗ്രൗണ്ടിലുണ്ടോ മല കുന്ന് അരുവി തോട് ഇതെല്ലാം കണ്ടപ്പോൾ ഒരു വൈബ്. അപ്പോൾ ഇവിടെ ചവിട്ടി വണ്ടി. ഗൈസ്, നമ്മൾ ഈ സ്പോട്ട് ഉണ്ടല്ലോ, കിടിലം. കണ്ടേ, ഒരു തോട്, അവിടെ ഒരു മല, ഇവിടെ ഒരു മല, ഇവിടെ ഒരു മല. ഇവിടെ ഫുള്ള് മലകളുടെ ഒരു അഭിഷേകമാണ്. മലാഭിഷേകം. മലകളുടെ ഒരു അഭിഷേകമാണ്. ഏത് സൈഡിലും മല, 3 സൈഡിലും. ഇതാണ് ഏറ്റവും കിടിലം പോലത്തെ ഫോട്ടോസ് എടുക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് സ്കോട്ട്ലൻഡിലെ. അവിടെയാണ് ഞാനിപ്പോൾ ഉള്ളത്. കണ്ടോ, ഫുൾ ആംബിയൻസ് ആണ്. വണ്ടികളൊക്കെ ഇങ്ങനെ കിടപ്പുണ്ട്. മേളിൽ ഇങ്ങനെ മല, ഇവിടെ മല, ഫുള്ള് സെറ്റ് ഏരിയ, കിടിലം. പിന്നെ താഴെ ഇങ്ങനെ ഒരു അരുവിയുണ്ട്, ഒരു ജസ്റ്റ് ഒരു തോട് പോലെ. കണ്ടോ, കിടു എന്നൊക്കെ പറഞ്ഞാൽ കിക്കിടു. നല്ല രസമുണ്ട്. ആൾക്കാരൊക്കെ ഇവിടെ വന്ന് ഫുള്ള് ഫോട്ടോസാണ് മെയിനായിട്ട് എടുക്കുന്നത്. പിന്നെ ഇപ്പോൾ ബേസിക്കലി മഴ നടക്കുന്നതുകൊണ്ട് ഒന്നും നടക്കുന്നില്ല. ഹെവി റെയിൻ എല്ലാം കുളമാക്കിയിട്ടുണ്ട്. പക്ഷെ സ്റ്റിൽ മാക്സിമം ഷൂട്ട് ചെയ്യാണ് ഞാൻ. വാവ് ഗൈസ്, ഇതുണ്ടോ ഫുൾ പൈൻ ട്രീസ് ഒക്കെ. ഇതും അതുപോലെ തന്നെ ഒരു ഫോട്ടോജനിക് ആണ്, വമ്പൻ സ്പോട്ടാണ്. അപ്പോൾ ആൾക്കാരൊക്കെ ഇവിടെ നിന്ന് ഫോട്ടോസ് എടുക്കുന്നുണ്ട്. നമ്മൾ വീണ്ടും വണ്ടി ഇവിടെ സ്റ്റോപ്പ് ചെയ്തു പോവാണ്. അപ്പോൾ ഇവിടെ കുറേ ക്യാമറ വാൻസ് എല്ലാം കിടപ്പുണ്ട്. ഇങ്ങനത്തെ വാനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ലോങ് ട്രിപ്പൊക്കെ അടിക്കാൻ അടിപൊളി കേട്ടോ. ആൾക്കാർ ഇതുപോലത്തെ വാൻസ് ഇങ്ങനെ കിടപ്പുണ്ട്. വാനിനകത്തൊക്കെ ഇങ്ങനെ ഹൈലാൻഡ്സിലോട്ട് പോവാണ് എല്ലാവരും. എന്നിട്ട് ഫുൾ സെറ്റ് 2-3 ദിവസത്തേക്കൊക്കെ പോകും. പൊറോട്ടയും ബീഫും ഫിഷ് മോളിയും മന്തി പെൻഡിങ് ആണ്. മന്തി പൊറോട്ട കണ്ടായിരുന്നു, ഇഷ്ടപ്പെട്ടോ? ആണ്ടേ ഫിഷ് കറി. അപ്പോൾ നമ്മളാണെങ്കിൽ ഓൾമോസ്റ്റ് ലൈക്ക് ഒരു 2 to 3 days ഒന്ന് റാൻഡമായിട്ടൊന്ന് എൻജോയ് ചെയ്തിട്ട് നമ്മളിപ്പോൾ തിരിച്ച് ന്യൂകാസിൽ പോവാണ്. സോ എന്നെത്തും തിരിച്ച് നമ്മൾ ന്യൂകാസിലോട്ട് പോവാണ്. ഇപ്പോൾ നമ്മൾ തിരിച്ച് ട്രെയിനിൽ കയറി. ഇപ്പോൾ നമ്മളിപ്പോൾ എഡിൻബറയിലുള്ളത്. ഇവിടുന്ന് നേരെ സ്ട്രെയിറ്റ് ടു ന്യൂകാസിൽ. രാത്രി 1 മണിയാകുമ്പം അടുത്തും. അവിടെ നിന്ന് തന്നെ നമ്മൾ നൈസായിട്ട് റൂമിലോട്ട് പോകും. സോ 2 ദിവസം അടിച്ചു പൊളിച്ചു മീൻസ് ലൈക്ക് ട്രാവൽ ചെയ്യായിരുന്നു. കാറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ എക്സ്പ്ലോർ ചെയ്തു, കുറേ സ്ഥലങ്ങൾ കണ്ടു. ഇറ്റ് വാസ് ഫൺ ടു ബി ഓണസ്റ്റ്. കുറേ ഒരു എന്താ പറയുക മച്ച് നീഡഡ് ബ്രേക്ക് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലേ?
ഇവളാണ് എന്നെ കൊണ്ടുപോയത്. ഇവളൊറ്റ നീ അല്ലേ കൊണ്ടുപോയത്? ഇവളുടെ ആഗ്രഹപ്രകാരം ടയർഡായി. അപ്പൊ നമ്മൾ തിരിച്ച് ടയർഡായി കേട്ടോ. ശരിക്കും പറഞ്ഞാൽ യാത്ര ചെയ്ത് ഒരുപാട് യാത്രയോട് യാത്ര. പിന്നെ മഴ. ഇന്നത്തെ ദിവസം രാവിലെ തൊട്ട് മഴയായിരുന്നു. മഴ എന്ന് പറഞ്ഞാൽ മഴ. ഈ ഔട്ട്സ്കേർട്സ് ഈ ഹൈലൻഡ് ഏരിയ ഒക്കെ ഭയങ്കര മഴയായിരുന്നു. കുറേ സ്ഥലത്ത് പോകണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഒന്നും നടന്നില്ല. മഴ കാരണം ഭയങ്കര മഴയായിരുന്നു. മഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞു ചാറ്റമഴയല്ല, ഇടിവെട്ടി മഴ, ഭയങ്കര റെയിനായിരുന്നു. അതുകൊണ്ട് ഒന്നും നടന്നില്ലെന്ന്. പക്ഷെ കുഴപ്പമില്ല, നല്ല ഡ്രൈവ്. ഗ്ലെൻഗോയിൽ പോയി. ഗ്ലെൻഗോ പോയത് വേർത്താട്ടോ. സൂപ്പർ സ്പോട്ടായിരുന്നു ഗ്ലെൻഗോ. അത് ഒന്നും പറയാനില്ല. പക്ഷെ നമ്മൾ കുറച്ച് അയൽ കയറാൻ നോക്കിയിട്ട് നടന്നില്ല. ലെറ്റ്സ് സീ. സോ നൗ ഇനി ബാക്ക് ടു ന്യൂകാസിൽ.